ഹലോ, അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു യാത്ര പോവാണ് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ പളനിയിലോട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചൊന്നുമല്ല, പോവാന്ന് തോന്നി അങ്ങനെ നമ്മൾ വന്നതാണ്. അപ്പോൾ പളനിയിൽ ഞാൻ നേരത്തെ ഒന്നും പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ പളനി പോകുന്നത്. പക്ഷേ അൻഷേട്ടനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ ചെന്നപ്പോഴാണ് തൈപ്പൂയമാണെന്നുള്ള കാര്യം അറിഞ്ഞത്. കാരണം തൈപ്പൂയ സമയത്ത് അവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ കണ്ടില്ലേ, അതാണ് പഴനി. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 12 മണിയായപ്പോൾ ഇറങ്ങിയതാട്ടോ. വൈകുന്നേരം ഒരു 5 മണി 5:30 ഒക്കെ ആയപ്പോൾ നമ്മൾ പഴനിയിലെത്തി. എത്തിയതിന് ശേഷം നമ്മൾ പിന്നെ അമ്പലത്തിലോട്ട് ഭയങ്കര തൈപ്പൂയോ ആയതുകൊണ്ട് നമുക്ക് അകത്തോട്ടേക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് രാത്രി ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നമ്മൾ ഈ ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ എടുത്തത്. ഇത് പക്ക ഒരു ഹോം സ്റ്റേ പോലെ തന്നെയാണ്, നമ്മുടെ പോലെ നല്ല റൂമാണ് നമുക്ക് ഭാഗ്യത്തിന് കിട്ടിയത്. 2000 രൂപയാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ്. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പാർക്ക്, പിന്നെ നമ്മുടെ വണ്ടി ഇടാനുള്ള സൗകര്യം, ഇവിടെ ഫുഡ് അവർ തന്നെ വെച്ച് തരും, അങ്ങനെ എല്ലാം ഉണ്ട്. ഇഞ്ചി ചായ ഇവിടുത്തെ ചായ ഉണ്ടോ? ഹലോ, അപ്പം നമ്മളിപ്പം പളനിയിലാണ് കേട്ടോ. പളനിയിൽ തൈപ്പൂയം ആയതുകൊണ്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ നൈറ്റ് വന്നു. ഇവിടെ നമ്മളൊരു റൂം എടുത്തു. കൃപയാണോ തുളസി റിസോർട്ട് എന്ന് പറയുന്നത്, ഇവിടെ റൂമൊക്കെ എടുത്ത്. ആദ്യം അടങ്ങിയിരിക്കുക, മറിഞ്ഞു വീഴും, നീ കൈയും കാലും ഒടിഞ്ഞും. ഇവിടെ കിടന്ന് ഭയങ്കര ചാട്ടം. അപ്പം ഞങ്ങളിനി അമ്പലത്തിലോട്ട് പോകാൻ പോവാട്ടോ. ഞങ്ങളെല്ലാം റെഡിയായി. ഞാൻ ഒരുവിധം സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് സാരി ഉടുക്കുന്ന കാര്യം ഭയങ്കര ഇതാണ്, പക്ഷേ ഒരുവിധം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റില്ല. ആനച്ചന്തമെന്നൊക്കെ പറയത്തില്ല, അതുപോലൊക്കെ ഒരുങ്ങി വെച്ചിട്ടുണ്ട്. കൊള്ളാവോ ഇതൊന്നും അറിയത്തില്ല. പിന്നെ ഇവിടെ തമിഴ്നാടായതുകൊണ്ട് ആരും ഒന്നും പറയത്തില്ല, നമുക്ക് ഏത് കോലവും കെട്ടി പോവാം. അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അമ്പലത്തിലോട്ട് പോവാം കേട്ടോ. ഇപ്പം നൈറ്റ് 9 മണിയായി. അമ്പലത്തിൽ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. കയറടാ. അങ്ങനെ റൂമിൽ കയറി നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ അമ്പലത്തിലോട്ടാണ് പോയത്. ഞാൻ സെറ്റ് മുണ്ടൊക്കെ ഉടുത്താട്ടോ പോയത്. മല കയറാനുള്ളതാ, എന്നാലും കുഴപ്പമില്ല, ഭഗവാനെ കാണാനല്ലേ, കുറച്ച് വൃത്തിയായിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ഈ വള വാങ്ങിച്ചു കേട്ടോ, കുപ്പിവള വാങ്ങിച്ചു. അപ്പോൾ എല്ലാം ഒരു നാടൻ ശൈലിയിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ അകത്തോട്ട് പോകുന്ന എൻട്രൻസ്. അപ്പോൾ ഇവിടെ നൈറ്റ് നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. അതായത് ഇവിടെ ഒരു സമയമുണ്ട് അകത്തോട്ട് കയറ്റി വിടുന്നതിനും എല്ലാത്തിനും. നമ്മൾ പിന്നെ രാത്രി മൊത്തം നമ്മൾ 12 മണിയൊക്കെ ആയി ഫ്രഷ് ആയിട്ട് അവിടെ ചെന്നപ്പം. പിന്നെ നമ്മൾ 4 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ തൈപ്പൂയോ ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ട് പോകാം. നല്ല രസമായി ഇവിടുത്തെ ഈ ഒരു ഇത്. പിന്നെ ഭയങ്കരമായിട്ട് കൂട്ടമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിലുള്ള പേഴ്സുകൾ, പിന്നെ കുഞ്ഞുങ്ങളെ, കള്ളന്മാരുടെ ശല്യമൊക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്നവരെല്ലാം സൂക്ഷിക്കണം കേട്ടോ. ഇവർ നമ്മുടെ മാല, പേഴ്സ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെയാണ്. പിന്നെ
പിന്നെ ഇവിടെ നമുക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ഫോണ് പേഴ്സുകൾ ഒന്നും മേളിലോട്ട് കയറ്റാൻ പറ്റത്തില്ല, ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കടകളിലൊക്കെ കയറി കേട്ടോ. ഇവിടെയൊക്കെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവ്. ഇതൊക്കെ കണ്ടോ, നമ്മൾ പണ്ട് സ്കൂളിൽ യുവജനോത്സവ സമയത്ത് ഇങ്ങനെ പൊട്ടൊക്കെ ഇടുന്ന സംഭവം ഇപ്പോൾ ഇത് കാണാനേ ഇല്ല. ഒരുക്കുന്ന ഉപയോഗിക്കുന്ന സാധനം ഇവിടെ പാവകൾക്കും വണ്ടികൾക്കും എല്ലാം ഭയങ്കര ഇത് 250, ഇത് 200. ഇവിടെ നമുക്ക് എല്ലാത്തിനും പ്രത്യേകം സാധനങ്ങളുണ്ട് കേട്ടോ. മൊബൈൽ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുന്നത് കണ്ടോ, അവർ ഇഷ്ടം പോലെയാണ് മൊബൈൽ ചാർജ്. പിന്നെ നമ്മുടെ ഫുൾ ജാർ സോഡയ്ക്കകത്തിരിക്കുന്ന മനുഷ്യനെ കണ്ടോ, പുള്ളി ചെന്നൈയിലും ഫേമസ് ആണ് കേട്ടോ. ചെന്നൈ മാത്രമല്ല എല്ലായിടവും ഫേമസ് ആണ്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ കറങ്ങാൻ തന്നെ, നമ്മൾ ഒരു എൻട്രൻസിൽ കൂടെ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞ് കറങ്ങി ഇപ്പുറത്തെ സൈഡിൽ തന്നെ വരും കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇവിടെ അങ്ങനെ നമ്മൾ അവിടെ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ വെളിയിലിറങ്ങി കേട്ടോ. ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നും കൂടെ കറങ്ങിയിട്ട് നമുക്ക് അകത്തോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് ഏകദേശം 4 മണിയാവും. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ തന്നെ കുറച്ച് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ കട. ഇവിടെ നിന്നാണ് നമ്മൾ ദോശ കഴിച്ചത്. അങ്ങനെ ഭഗവാനെ എല്ലാം കണ്ട് തൊഴുതതിന് ശേഷം നമ്മൾ നേരെ വന്നിരിക്കുന്ന കോലമാണ് കേട്ടോ. ഈ സമയമായി നമ്മൾ വന്നപ്പോൾ നമ്മൾ ചായയാണ് ഇവിടുന്ന് കുടിച്ചത്. വേറെ ഫുഡൊന്നും പറഞ്ഞില്ല. കാരണം ഇവിടുന്ന് നമ്മൾ നേരെ ഇനി കൊടൈക്കനാലിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കൊടൈക്കനാൽ എളുപ്പം ഏകദേശം ഒരു 86 കിലോമീറ്ററേ ഉള്ളൂ. പഴനിയിൽ നിന്ന് കൊടൈക്കനാൽ. നമ്മളാണ് ഈ തുളസി ഹോം സ്റ്റേയിലാണ് നമ്മൾ താമസിച്ചത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് വിശ്വസിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ എന്താ, ഒരു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് റൂമാണ് കേട്ടോ ഇവിടെ. എല്ലാ റൂം തന്നെ കണ്ടാൽ നല്ലൊരു സ്റ്റൈലിലൊക്കെയാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ കോഫി, സ്നാക്സ്, നമ്മൾ പറയുന്ന എന്ത് ഫുഡും ഇവിടെ ഉണ്ട്. പിന്നെ ഒരു നാടൻ ഫുഡ് കപ്പ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കഴിച്ചില്ല, ഉച്ചയ്ക്കായിരിക്കും അത് ഉള്ളത്. പിന്നെ ബാക്കി വീഡിയോ